അടുക്കളയിൽ തക്കാളി ഇല്ലാതെ ഒന്നും നടക്കില്ലല്ലേ? ഒന്ന് ശ്രദ്ധിച്ചു വളർത്തിയാൽ നമുക്ക് എന്നും വീട്ടിൽ തന്നെ തക്കാളി പറിച്ചെടുക്കാം. തക്കാളികൾ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമുക്കിന്ന് തക്കാളി എങ്ങനെ കീടങ്ങൾ വരാതെ സംരക്ഷിക്കാമെന്നും അവയുടെ കരുതലും കൂടുതൽ വിവരങ്ങളും അറിയാം. പാകം ചെയ്തും ചെയ്യാതെയും വിഭവങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് തക്കാളി. നിറത്തിലും രൂപത്തിലും വ്യത്യസ്തമായ 30-ലേറെ തക്കാളികൾ കൃഷി ചെയ്തു വരുന്നുണ്ട്. കേരളത്തിലെ കാലാവസ്ഥയിൽ തക്കാളി നമുക്ക് സുഖമായി വളർത്തിയെടുക്കാം. തക്കാളി വിത്ത് മുളപ്പിക്കുന്നതിനായി പ്രത്യേക പോട്ടിംഗ്സിന്റെ ആവശ്യമില്ല. പെട്ടെന്ന് മുളയ്ക്കുന്ന വിത്താണ് ഇവയുടേത്. ഒരു ട്രേയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ചട്ടിയിലോ മുളപ്പിച്ച് മാറ്റി നടുന്നതാണ് ഉത്തമം. മണ്ണും ചകിരിച്ചോറും ഇടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കലും ഉണ്ടെങ്കിൽ വിത്ത് മുളയ്ക്കാൻ മറ്റൊന്നും ആവശ്യമില്ല. മുളച്ച തൈകളായ ശേഷം മാറ്റി നടുമ്പോൾ നീർവാർച്ചയുള്ള മണ്ണും സൂര്യപ്രകാശവും ഉറപ്പുവരുത്തണം. നേരിട്ട് മണ്ണിൽ നടുകയോ ചട്ടിയിൽ വളർത്തുകയോ ചെയ്യാവുന്നതാണ്. തൈകൾ പറിച്ചു നടുന്നത് വൈകുന്നേരങ്ങളിലാണ് നല്ലത്. ഇത് സൂര്യപ്രകാശം പെട്ടെന്നടിച്ച് ചെടികൾ വാടിപ്പോകുന്നത് തടയും. നടുമ്പോൾ തൈകൾ തമ്മിലുള്ള അകലം ഉറപ്പാക്കണം. തക്കാളിയുടെ തണ്ടുകൾ വളരെ